ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. കർത്താവിന്റെ ദാസനെ എനിക്കാണ് പരിചയം. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് വചന ശുശ്രൂഷയിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. ഗുജറാത്തിൽ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജ് അദ്ദേഹമാണ് ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്. തിരക്കുള്ള ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കർത്താവ് കഴിഞ്ഞ നാളുകൾ ദേശത്ത് ഉപയോഗിക്കുന്ന ഒരു കർത്തൃദാസനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയം തന്നോട് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ താൻ ഈ സമയം നമ്മോടൊപ്പം ചെലവഴിക്കാമെന്ന് താൻ പറഞ്ഞിരുന്നു. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഇവിടുത്തെ 10 മണിക്കല്ല, ചില നേരത്തെയാണ് രാവിലത്തെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. അതായത് കർത്തൃ ദിവസത്തിന്റെ ഇന്നത്തെ സഭാരാധന ആരംഭിക്കുന്നത് കൊണ്ട് നമ്മോടൊപ്പം അല്പസമയം അദ്ദേഹം ചെലവഴിക്കുന്നു. ഞങ്ങൾക്ക് നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ചില വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ ദൈവം സഹായിച്ചു. നാട്ടിൽ വരുമ്പോഴൊക്കെ പരസ്പരം കാണുവാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്റെ ദാസനെ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കട്ടെ. ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനെ ഉപയോഗിക്കട്ടെ. നമ്മോട് ദൈവം സംസാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഈ സമയത്ത് ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം പറയുന്നു. എൻ്റെ സ്നേഹിതനും ക്രിസ്തുവിൽ എൻ്റെ സഹോദരനുമായ പാസ്റ്റർ ഫിലിപ്പ് ജോൺ, അതുപോലെ പ്രാർത്ഥന ലീഡ് ചെയ്ത ലോസി സാജൻ ആൻറ്റി, പാസ്റ്റർ അനീഷ് ജെ കരിങ്ങാട്ടിൽ, പാസ്റ്റർ റെജി കോശി, മറ്റു ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പാസ്റ്റർ ഫിലിപ്പ് പാസ്റ്റർ, എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞോട്ടെ. ഈ നെറ്റ്വർക്കിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏറിയ ദൈവം ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം എനിക്കും കുറച്ചും കൂടെ കൂടുതൽ തിരക്കുള്ള ഒരു ദിവസമാണ്. കാരണം ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരം ഞാൻ രാവിലെ 6 മണി കഴിഞ്ഞ് പോകാനിരുന്നതാണ്. അപ്പോൾ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഒരു കൂട്ടായ്മ മുടക്കി പോകുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സമയം സമ്മതിച്ചതാണ്. കാരണം എൻ്റെ മകന് ഇന്ന് നീറ്റിന്റെ എക്സാം വലസാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്നു. ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. അവനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് ആരാധന നടത്താനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ വന്ന എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ മകന്റെ എക്സാം ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ ആർക്കും പരിചയമില്ല, എനിക്കും ആരെയും അറിയത്തില്ലെങ്കിലും ക്രിസ്തുവിൽ നമ്മൾ സഹോദരങ്ങളാണെന്ന് അറിയാം. ഞങ്ങള് ഗുജറാത്തിൽ വന്നിട്ട് 10-14 വർഷങ്ങൾ ആയി. കർത്താവിന്റെ വേലയിൽ വന്നിട്ട് 35 വർഷങ്ങൾ പിന്നിടുന്നു. എന്നാൽ ഗുജറാത്തിൽ വന്നിട്ട് 10-14 വർഷങ്ങളായി. ദൈവാത്മാവ് നൽകിയ നിയോഗപ്രകാരം ഹിന്ദിക്കാരുടെ ഇടയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മലയാളികളില്ല, ക്രിസ്ത്യാനികളില്ല. കോളനികളിലും മറ്റും പാർക്കുന്ന, ആരും തിരിഞ്ഞു നോക്കാത്ത മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി മന്ത്രവാദങ്ങൾക്കും പൈശാചിക ബന്ധനങ്ങളിലും അടിമപ്പെട്ട് കിടക്കുന്നവരോടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശു ആരാന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിയത്തില്ല. യേശു ആരാന്ന് ചോദിച്ചാൽ അവരുടെ ഭാഷയിൽ വിദേശ മത സ്ഥാപകൻ എന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ കൊല്ലുവാനാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിയോഗം, അവർക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഏരിയകളിലാണ് ഞങ്ങളെ പോലുള്ളവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അത് ഞങ്ങളുടെ മിടുക്കൊണ്ടും കഴിവുകൊണ്ടും ഒന്നും അല്ല, കർത്താവ് ചെയ്യുന്നു. ഇന്ന് സഹായകം നടക്കുമോ ഇല്ലയോ എന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം. അതാണ് ഇവിടുത്തെ സാഹചര്യം. ഒരു സ്കൂള് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള സ്കൂളുകളിലൊന്നും പ്രാർത്ഥന നടത്താൻ പാടില്ലെന്നൊക്കെയാണ് അവരുടെ പുതിയ നിയമങ്ങൾ. അങ്ങനെ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ദൈവവചനം കേൾക്കാൻ പറ്റുകയില്ല. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു മീറ്റിങ്ങിൽ സമയമെടുത്ത് നമുക്ക് സംസാരിക്കാം. ഇന്ന് പകൽ അല്പസമയത്തെ വചന ധ്യാനത്തിനായി മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിളാണ്.
നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ചിന്ത എത്ര പേര് ഒന്നും ഞാൻ എന്നെ മാത്രമേ ഇത് കാണുന്നുള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. അങ്ങനെ സാധാരണ ഞാൻ അങ്ങനെ ആരൊക്കെ വന്നൊന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാറില്ല. അതുകൊണ്ട് എൻ്റെ ചിന്ത, ദൈവമക്കളാണല്ലോ എല്ലാവരും ഇതിൽ വന്നിരിക്കുന്ന ആയതിനാൽ എല്ലാവർക്കും വചനം നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മീറ്റിങ്ങില് ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നേ. അപ്പോൾ ഈ മീറ്റിങ്ങിന് വന്ന ആളുകൾക്ക് ആഹാരം ഒന്നും കൊടുക്കാനായിട്ട് ഇല്ലായിരുന്നു. ഈ വന്ന ആളുകളും ആഹാരത്തെ സംബന്ധിച്ച് പ്രത്യേകം പ്രശ്നങ്ങളോ ചർച്ചകളോ ഒന്നും നടത്തിയിട്ടുമില്ലെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് യേശു ഒരു കാര്യം പറഞ്ഞു. അതാണ് എൻ്റെ വിഷയം, അതാണ് എന്നെ സ്പർശിച്ചത്. യേശുവിൻ്റെ ചില വിചാരങ്ങൾ, യേശുവിൻ്റെ ചില ചിന്തകൾ, നമ്മൾ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾ, ഇതുവരെ നമ്മൾ പരാതി പറഞ്ഞിട്ടില്ലാത്ത, ആഗ്രഹിക്കാത്ത ചില ആവശ്യം, ഒരു പക്ഷേ നമുക്ക് ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത ചില വേദനകൾ, അത് വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ അത് പരിഹാസ വിഷയമാകുമോ, അല്ലെങ്കിൽ അവരെന്തായിരിക്കും എന്നെക്കുറിച്ച് കരുതുന്നത് എന്നൊക്കെയുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം. നമ്മൾ ഒരുപക്ഷെ അത് ആരോടും പറയത്തില്ല. ഒരുപക്ഷെ നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂസ് ആയിരിക്കാം, നമ്മുടെ അഭിമാന പ്രശ്നമായിരിക്കാം. നമുക്കതൊന്നും എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇതെല്ലാം ദൈവം അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഇതെല്ലാം മനസ്സിലാക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഇവിടെ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മനസ്സിലാക്കേണ്ട പലരും മനസ്സിലാക്കാതെ പോയ ഒരുപാട് വേദനാജനകമായ ഒത്തിരി തിക്താനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ഒരു വലിയ സാക്ഷ്യമൊന്നും, ഒരു മനുഷ്യൻ നമ്മളെ കൈവിട്ടതൊന്നും വലിയ സാക്ഷ്യമൊന്നുമല്ല. കർത്താവ് നമ്മളെ നടത്തുന്നതാണല്ലോ സാക്ഷ്യം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ 3 നാളായി പുരുഷാരം എന്നോട് കൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഇതാണ് അപ്പൊ കർത്താവിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് അലിവ് തോന്നുക എന്നുള്ളത്. നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. എനിക്കും ടെൻഷനുകൾ പല കാരണത്താൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു മേഖലയിലാണ് കർത്താവ് കൊണ്ട് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പലപ്പോഴും ടെൻഷനുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദനകളുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, അത് മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്ന, നമ്മുടെ വേദനകൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഈ ജനങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ അവർ വന്നിരിക്കുന്നത്, ഇവിടെ നമ്മൾ മലയാളത്തിലൊക്കെ വായിക്കുമ്പോൾ മരുഭൂമി എന്നാണ് എഴുതിയിരിക്കുന്നത്. മരുഭൂമിക്ക് ബിബ്ലിക്കലി 2 അർത്ഥമാണുള്ളത് പ്രധാനമായിട്ട്. 2 അർത്ഥങ്ങളിൽ ഒന്ന് വനപ്രദേശം, അതിനെ മരുഭൂമി എന്ന് വിളിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. അപ്പോൾ തന്നെ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തെയും മരുഭൂമി എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഇവർ വന്നുപെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വനപ്രദേശം പോലെയുള്ള ഒരു ഏരിയയിലാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒന്നുമില്ല, ഭക്ഷിപ്പാൻ കൊടുക്കുക, അവിടെ ഒന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ള ഏരിയയിൽ വന്നിട്ട് 3 ദിവസമായി യേശുവിനോട് കൂടെ ഇവർ പാർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുകയാണ്. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായതുകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഈ കടന്നു വന്നിരിക്കുന്ന ജനത, അല്ലെങ്കിൽ കടന്നു വന്നിരിക്കുന്ന ആ ജനം, അവരുടെ ഭൗതികമായ ആവശ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കർത്താവിന്റെ മുൻപിൽ അവർ വെക്കുന്നതായി പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവർ ഈ പ്രശ്നങ്ങളൊന്നും കർത്താവിനോട് പറയുന്നില്ല. കർത്താവിന്റെ അടുക്കൽ വന്ന് അവരങ്ങ് പാർക്കുകയാണ്. കർത്താവിൽ നിന്ന് പ്രാപിക്കുക, കർത്താവിനെ അനുഭവിക്കുക, കർത്താവിനെ അനുഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അനുഭവിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നത്. ഇവർ വന്നത് വളരെ ദൂരത്ത് നിന്നാണ്. ഞാനിപ്പോൾ എങ്ങും പോയില്ല. എനിക്ക് കിട്ടിയ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മീറ്റിങ്ങിന് ഞാൻ വന്നു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഇൻസ്റ്റാന്റ് സിസ്റ്റമാണല്ലോ ഇപ്പോഴും. അപ്പൊ നമുക്ക് ആർക്കും എങ്ങും പോകേണ്ട ആവശ്യമൊന്നുമില്ല.
ധാരാളം മീറ്റിങ്ങുകൾക്ക് ഞാൻ ഇതുപോലെ കയറാറുണ്ട്, ദൈവജനം പറയാറുണ്ട്. എങ്ങും പോകേണ്ട കാര്യമില്ല, സമയമാകുമ്പോൾ ഒന്ന് റെഡിയായി ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം. ഇതങ്ങനല്ല. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് ആ 3-ാം വാക്യത്തിലുണ്ട്, അവരിൽ ചിലർ ദൂരത്തു നിന്നും വന്നവരാ. ദൈവത്തിന് സ്തോത്രം. ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആ കാലത്ത് യേശുവിന്റെ അടുക്കലേക്ക് വരണമെങ്കിൽ അവരെപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ യാത്ര പുറപ്പെടണം, ഈ 3 ദിവസം കൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അതിനു മുമ്പ് അവരവിടെ എത്താനായിട്ട് എത്ര പരിശ്രമം നടത്തി കാണും എന്നുള്ളത് നമുക്ക് ബുദ്ധി കൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ഒരു 60 വയസ്സിന് മേളിലോട്ടൊക്കെ ഉള്ള കുറച്ചുകൂടെ ഒരുപക്ഷെ അവർ പറയുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവര് കർത്താവിന്റെ അടുക്കൽ വന്ന് പാർക്കുകയാണ്. ക്രൈസ്തവർ അവരാരും പറയുന്നില്ല എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, എനിക്ക് നമ്മളൊക്കെ പറയുന്നത് പോലെ. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞല്ലോ എനിക്ക് 7 മണിക്ക് ഇവിടുന്ന് പോകണം. അപ്പൊ ഇവർക്ക് ആർക്കും അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ, യേശുവിനോട് കൂടെ പാർക്കണം. ക്രൈസ്തവർ നമ്മളെയൊക്കെ വിളിച്ചതും അതിനു വേണ്ടി തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. യേശുവിന്റെ കൂടെ പാർക്കാൻ വേണ്ടിയാണ്. പഴയ വിശ്വാസികളായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാകും. കാരണം എൻ്റെ വല്യപ്പച്ചന്റെ അമ്മച്ചിയും പെന്തക്കോസ്തിൽ ആരാധിക്കുന്നത് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അമ്മച്ചി ഓർമ്മയുണ്ട്. ആ അമ്മച്ചി ഇരുന്ന് എൻ്റെ വല്യപ്പച്ചന്റെ, എൻ്റെ അമ്മയുടെ അപ്പന്റെ അമ്മച്ചി പെന്തക്കോസ്തിൽ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് അവരൊക്കെ കൊടുത്ത വില എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊക്കെ വീട്ടിൽ വളരെ പ്രയാസങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഞെരുക്കങ്ങളൊക്കെ അവരുടെയൊക്കെ ഭവനങ്ങളിൽ അന്ന് ഉണ്ടായിരുന്നു. ക്രൈസ്തവർ. കാരണം ഇപ്പൊ 6-7 മക്കള് കാണും, അവരെയൊക്കെ പോഷിപ്പിക്കണം, ഓലപ്പുരയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളരെ വിഷമമുണ്ട്. പക്ഷേ അന്നൊന്നും കുടുംബ പ്രാർത്ഥനകൾക്ക് ഒരു മുടക്കവുമില്ല. കൃത്യസമയത്ത് പ്രാർത്ഥനകൾ നടക്കും. അന്നത്തെ പ്രാർത്ഥനയും ജീവിത പങ്കാളിയും എൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടുമെന്നൊന്നും അല്ലായിരുന്നു. അന്നത്തെ പാട്ടുകളെല്ലാം ഇതാണ്, യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ, യേശുവിൻ കൂടുള്ള വാസം ചിന്തിപ്പാനാവാതില്ലെന്നൊക്കെയുള്ള പാട്ടുകൾ നിങ്ങൾ കേട്ട് കാണും. യേശുവിനോടുള്ള വാസത്തെ കുറിച്ചാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിലും അവർ പാടിയതും ഏറ്റുപറഞ്ഞതും അവരാനന്ദിച്ചതും എല്ലാം യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അതിന്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് എബ്രായ ലേഖനം 10-ാം അധ്യായം മുതൽ വിശേഷിച്ച് 10, 11, 12, 13 അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ 14 കൂടെ ചേർത്ത് വായിച്ചാലും പ്രശ്നമില്ല. ഈ അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ ആ പഴയ നിയമ ഭക്തന്മാർ എടുത്തൊരു തീരുമാനത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. കാരണം അവർ ഭൂമിയിൽ തങ്ങൾ അന്യരെന്നും പരദേശികളെന്നൊക്കെ ഏറ്റുപറഞ്ഞു. അവര് എന്ത് ചെയ്തു? സ്വർഗത്തിലുള്ള ഉത്തമ സമ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളൊരു നഗരം, അതിനുവേണ്ടി അവർ കാത്തിരുന്നു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്തിൽ മരിച്ചു. അവർ ഒരു ഉദാഹരണം കൈക്കൊള്ളുവാനായിട്ട് അവർ താല്പര്യപ്പെട്ടില്ല. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് വരുന്തോറും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ പ്രാർത്ഥനകൾക്കെല്ലാം ഒത്തിരി മാറ്റങ്ങൾ വന്നു. ഞാനും പറഞ്ഞു, എൻ്റെ മകന്റെ നീറ്റിന്റെ എക്സാം നടക്കുക, പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, അപ്പൊ ഞാൻ എന്നെ തന്നെ ആദ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരോ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒരു വലിയ ടാർഗറ്റ് ആൻഡ് ടാസ്ക് നമ്മൾ തയ്യാറാക്കി കർത്താവ് ഒരു വലിയ അപ്ലിക്കേഷനായിട്ട് കർത്താവിന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ദൈവമേ, ആ ആവശ്യം നടന്നല്ലേ പറ്റുള്ളൂ. വിസയുടെ പ്രശ്നം നടക്കണ്ടേ, പാസ്പോർട്ടിന്റെ വിഷയം നടക്കണ്ടേ, ഇന്റർവ്യൂ നടക്കണ്ടേ, അടുത്ത രാജ്യത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടന്നു, അത് നടന്നേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ വേണ്ടേ, വിവാഹം നടക്കണ്ടേ, വിദ്യാഭ്യാസം വേണ്ടേ, ഇതെല്ലാം ആവശ്യമാണ്, ഇതെല്ലാം നടന്നേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതൊന്നും നടക്കണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കാര്യം കർത്താവ് സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോട് കൂടെ ബാക്കിയുള്ള, അത് ലേഖനത്തിലൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതായത് തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, പ്രൈസ് ദി ലോർഡ്, തന്റെ സ്വന്തം, ഈ വാക്യം ശ്രദ്ധിക്കുക, തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? അവനോട് കൂടെ. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഇല്ലേലും പ്രശ്നമില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായി.
നടന്നാൽ മതി എന്നൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഒത്തിരി വേദനയോടൊക്കെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇന്ന് യേശു ഇല്ലേലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മൾ 1 കൊരിന്ത്യർ 15 വായിക്കുന്നത് പോലെ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു ജനതയായി ദൈവമക്കളിൽ പലരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിനെ വിളിക്കുന്നത് ഈ ആയുസ്സിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഞാൻ ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ കൊണ്ടുവരുന്നത്, ഈ ജനങ്ങളെ നോക്കുക. അവർ 3 നാളായി കർത്താവിനോടൊപ്പം പാർക്കുകയാണ്. അവരുടെ ഭൗമികമായ, ശാരീരികമായ, മാനസികമായ മറ്റു വിഷയങ്ങളൊന്നും അവരെന്ത് ചെയ്തിട്ടില്ല. അവർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിട്ടില്ല. അവരെ തന്നെ ദൈവകരങ്ങളിൽ അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവർ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ ലോകം ഒരു പക്ഷേ അവൻ പോഷനാണ്. നിങ്ങളെയൊക്കെ വിളിച്ചു കാണും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസപാതയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങൾ പലരെയും വിളിച്ചു കാണും. എന്താണ്? ലോകം ഇവൻ പോഷനാണ്. ദൈവത്തിന് സ്തോത്രം. ഇവന് മണ്ടനാണ്, ഇവന് ബുദ്ധിയില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞു കാണും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ളവരെ കുറിച്ച് അങ്ങനെയുള്ളവർക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കാര്യം ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെ അധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചു. എതിർപ്പുകളെ, വെല്ലുവിളികളെ ഒക്കെ ഞാൻ അതിനെ അവഗണിച്ചുകൊണ്ട് പാരമ്പര്യ അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ വിട്ടുവന്നു. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇതുവരെയും കിട്ടിയിട്ടില്ലെന്ന് ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ വചനം ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടല്ല കർത്താവ് അവരുടെ വിഷയത്തെ മനസ്സിലാക്കിയത്. കർത്താവ് പറയുകയാണ്, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഇതാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. പലപ്പോഴും ആവശ്യങ്ങളിൽ നമ്മൾ ദുഃഖിക്കാറുണ്ട്. അയ്യോ, ഞാൻ എങ്ങനെ ഈ വിഷയത്തിൽ നിന്നൊന്ന് കരകയറും, എന്നെ ആരൊന്ന് സഹായിക്കും? ടെൻഷന്റെ മേളിൽ ടെൻഷൻ, ഒരുപക്ഷെ BP കൂടാറുണ്ട്. എന്നാൽ വചനം എന്താ, കർത്താവ് എന്താ പറയുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ ജനം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. മറ്റു ചില ഭാഷകളിൽ വായിക്കുന്നത് അവർ വാസ്തവമായി, ഹിന്ദിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഇസ് ലോക 3 दिन ബരാബർ മേരെ സാത്ത് രഹത്തെ ഹെ. ബരാബർ എന്ന് പറഞ്ഞത് ഹിന്ദി അറിയാവുന്നവർ കാണും. ബരാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യനിഷ്ഠയോട് കൂടെ 3 ദിവസങ്ങളായി ഇവർ എൻ്റെ കൂടെ പാർക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മുടെ കൃത്യനിഷ്ഠയും നമ്മുടെ ജീവിത ക്രമീകരണങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസങ്ങളും നമ്മുടെ വേർപാടും ഇതൊക്കെ ഉണ്ടല്ലോ, കർത്താവിനെ, സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ കരത്തെയും കർത്താവിന്റെ മനസ്സിനെയും ചലിപ്പിക്കുന്നതാണ്. നമ്മൾ ദൈവസന്നിധിയിൽ യഥാർത്ഥമായി നമ്മൾ ആയിരിക്കുമെങ്കിൽ കർത്താവ് അത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ആരും പോയി ഞങ്ങളുടെ കുഞ്ഞിന് വിശപ്പുണ്ട് ഗുരു, ഞങ്ങളുടെ കുഞ്ഞിന് വിശപ്പുണ്ട്, അല്ലെങ്കിൽ ദാഹമുണ്ട്, ഞങ്ങൾ ദൂരത്തുനിന്ന് വന്നവരാണ്, ഇവിടെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് ആരും പോയി പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആരും പറയാതെ തന്നെയാണ് കർത്താവ് ഇത് മനസ്സിലാക്കിയത്. എന്താ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? നമ്മെ വിളിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആർക്കും കടക്കാരനല്ല. ഞാൻ കുറെ ഭൗതിക വാഗ്ദത്തങ്ങൾ കുത്തി നിറച്ച് വേറൊരു അവസ്ഥയിലേക്ക് ദൈവമക്കളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഭൗതിക വിഷയങ്ങൾ പ്രസംഗിക്കുന്ന ആളുമല്ല ഞാൻ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് കൂടുതലും പ്രസംഗിക്കാറുള്ളത്. കർത്താവിന്റെ ആത്മാവ് എനിക്ക് തന്ന പ്രേരണ കൊണ്ട് മാത്രമാണ് ഈ വചനം ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കർത്താവിന്റെ കൂടെ പാർക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ്, കാഹളം കേൾക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു പുതിയ ബലം, പുതിയൊരു ശക്തി, ഒരു പുതിയ അഭിഷേകം പ്രാപിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി മാറിയിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നു, ഇവര് ദൂരെ നിന്ന് വന്നവരാണ്, ഇവരെ അങ്ങനെ വിട്ടാൽ വഴിയിൽ അവർ തളർന്നു പോകും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നലകളിൽ നമ്മളെ നടത്തിയ ദൈവം അന്ത്യം വരെയും നമ്മളെ നടത്തുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ അവൻ മാറുന്നവനല്ല. പക്ഷെ നമ്മൾ യഥാർത്ഥമായി നിഷ്കളങ്കതയോടെ നിഷ്പക്ഷമായി നമ്മൾ ജീവിത വിശുദ്ധിയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുത വഴികൾ തുറന്ന് നമ്മളെ പരിപാലിക്കുവാൻ വിശ്വസ്തൻ തന്നെയാണ്. എന്നാൽ നമ്മൾ ഭൗതിക തലത്തിൽ മാത്രം നമ്മൾ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ
നമുക്ക് നിത്യത നഷ്ടപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. കാരണം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോത്തും കുടുംബവും. ലോത്തിനോടും കുടുംബത്തോടും ഒരു നല്ല പ്രീതി കർത്താവിനുണ്ടായിരുന്നു. കാരണം അബ്രഹാമുമായി ചേർന്ന് പോകുന്ന ആ സാഹചര്യങ്ങളിൽ അബ്രഹാം കേൾക്കുന്ന അരുളപ്പാടുകളൊക്കെ ലോത്തിനെയും അറിയിച്ച് അവർ യഹോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടെ മുമ്പോട്ട് പോയിരുന്ന കാലഘട്ടത്തിൽ സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുമിച്ച് പാർക്കാൻ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് അവര് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് വേർപിരിഞ്ഞാൽ മതി എന്നായി. അവർ ഇടത്തോട്ടെങ്കിൽ വലത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഓക്കെ ഞാൻ വലത്തോട്ട് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വേർപിരിയാൻ തുടങ്ങി. അവരുടെ ഇടയന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ചെറിയ ചെറിയ വിഷയങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടായ്മയുടെ ആ ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ലോത്തിന്റെ ജീവിതം മുഴുവനും പ്രശ്നത്തിലായിട്ടുണ്ട്. കാരണം ലോത്ത് എപ്പോഴും നീരോട്ടമുള്ള ദേശം നോക്കി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കണം, എനിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം എന്നൊന്നും ഒരിക്കലും ലോത്ത് പറഞ്ഞതായി നമ്മൾ കാണുന്നില്ല. നീതിയുള്ളൊരു മനസ്സും എനിക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തെ അന്വേഷിക്കുവാനുള്ള വലിയ താല്പര്യമൊന്നും തനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ അബ്രഹാമിനെ നമ്മൾ നോക്കിയാൽ താൻ കൂടാരവാതിക്കലാണ് എപ്പോഴും. തന്നെയുമല്ല, താൻ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവശബ്ദം കേൾക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ വിളിയും നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്ന് വിളിക്കപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. പക്ഷേ ലോത്ത് അങ്ങനല്ല. ലോത്ത് അബ്രഹാമിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ ലോത്തിന്റെ ചിന്ത നീരോട്ടമുള്ള ഭൗതിക തലങ്ങളിലുള്ള ചിന്തകൾ മാത്രമായി അവശേഷിച്ചു. തന്റെ ഭാര്യയും മക്കളും എന്തായി തീർന്നു എന്ന് നമുക്കറിയാം. അവർ സോതോമിൽ അവർ കൂടാരം മാറ്റി 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 അടിച്ചു. ഇന്ന് പലരും കൂടാരം മാറ്റി മാറ്റി അടിച്ചു. ഓരോ മാറ്റി അടിക്കലിലും അവരുടെ വിശ്വാസവും പ്രതിഷ്ഠയും അവരുടെ ആ ഒരു വിശുദ്ധിയുടെ ദാഹവും എല്ലാം മാറ്റി മാറ്റി അങ്ങ് അടിച്ചു. സ്വഭാവങ്ങളെല്ലാം കളഞ്ഞു. ക്രിസ്തീയ ആദർശങ്ങളെല്ലാം കളഞ്ഞു. ഞാനതൊന്നും ആരും കുറ്റം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വിശ്വാസമോ സ്നേഹമോ അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഉള്ളവർക്കൊണ്ടില്ലെന്നല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതുപോലെ ലോത്തും എന്ത് ചെയ്തു? കൂടാരം മാറ്റി മാറ്റി അടിച്ചടിച്ച് സോതോമിനകത്ത് എന്ന് കയറി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവിടെയും കർത്താവിന്റെ സ്നേഹം നമുക്ക് കാണാം. അവരെ അവിടെ ചെന്ന് അവരെ പിടിച്ച് വെളിയിലിറക്കി. അവിടെ നിന്ന് പിടിച്ച് വെളിയിലിറക്കിയിട്ട് പറഞ്ഞു, നീ ജീവരക്ഷയ്ക്കായിട്ട് നീ ഓടിക്കൊള്ളാൻ പറഞ്ഞു. അത് അവിടെയൊക്കെയാണ് നമ്മൾ കർത്താവിന്റെ സ്നേഹം അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊക്കെ നമ്മളെ പലപ്പോഴും പിശാച് തകർത്ത് കളയാതെ കരത്തെ പിടിച്ച് നമ്മളെ വെളിയിൽ ഇറക്കി കൊണ്ടുവന്നൊക്കെ ആ കർത്താവ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. ശാരീരികമായ തലത്തിലും അങ്ങനെയൊക്കെ തന്നെ മരണത്തെ എത്രയോ പ്രാവശ്യം നമ്മൾ മുഖാമുഖമായി കണ്ടിട്ടുണ്ട്. എനിക്ക് എത്രയോ ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം കർത്താവ് ഇറങ്ങി വന്ന് കരം പിടിച്ച് ഇറക്കി കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയ അവസ്ഥകളുണ്ട്. അതുപോലെയാണ് നമ്മളെ പലരെയും അങ്ങനെയാതെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ലോത്തിനെയും കുടുംബത്തെയും എല്ലാവരെയും കൊണ്ട് വെളി കൊണ്ടുവന്നു. വെളി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പുറകോട്ടൊന്നും നോക്കരുത്, നിങ്ങൾ മുമ്പോട്ട് ഓടണം, പർവ്വതത്തിലേക്ക് ഓടിക്കൊള്ളാൻ പറഞ്ഞു. ഉടനെ തന്നെ ലോത്ത് പറഞ്ഞു, കർത്താവേ അതൊന്നും പറ്റത്തില്ല, അങ്ങനെ അല്ല കർത്താവ്, എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല. ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ആ പഴയ ആ വിശ്വാസവും ആ വീര്യവും ആ ത്യാഗവും ആ സഹിഷ്ണുതയൊന്നും ഇല്ല. ഇന്നിപ്പം ഇപ്പം എന്റെ ജീവിതം എന്താണോ അതാ എന്റെ ഉപദേശം. ക്രൈസ്തലോട് മറ്റൊരാളുടെ ജീവിതം എന്തുവാണോ അതാ അദ്ദേഹത്തിന്റെ ഉപദേശം. അല്ലാതെ ബൈബിളിന് അത്രയും വലിയ സ്ഥാനമൊന്നും വേണ്ടതുപോലെ കാണുന്നില്ല. ക്രിസ്തുവിന് അത്രയും വലിയ സ്ഥാനങ്ങളൊന്നും കാണുന്നില്ല. ആ ലോത്തും അങ്ങനെ തന്നെയാ പറഞ്ഞത്, എനിക്ക് അങ്ങോട്ടൊന്നും ഓടാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തേ ഇല്ല കർത്താവ്, ഞാൻ അവിടേക്ക് എനിക്ക് ഓടിയെത്താൻ സാധ്യമല്ല. ആരാ നമ്മളെ വിളിച്ചത്? ആരാ നമ്മളോട് പറഞ്ഞത്? ആരാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? അവന്റെ വാക്കുകൾക്ക് യാതൊരു മാറ്റവും വരത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറകളും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാകും. ഞാൻ അനുഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക നന്മകളെ കുറിച്ചല്ല, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമ്മുടെ തലമുറകളും പ്രാപിക്കണം. നോക്കുക, ലോത്തിന്റെ കുടുംബം അവന്റെ ഭാര്യയ്ക്കോ അവന്റെ മക്കൾക്കോ അങ്ങനെ ഒരു അനുഭവം പ്രാപിക്കാൻ, അങ്ങനെ ഒരു ആത്മീയ തലത്തിൽ എത്താൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? കർത്താവിൽ നിന്നും അകന്നകന്നകന്ന് അവരെ പോയി. അവസാന സോതോമിൽ ചെന്നു, അവിടുന്ന് പിടിച്ചോണ്ട് വന്നു. എന്നിട്ടും അവരുടെ നോട്ടം അങ്ങോട്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമുള്ള ആ ദുരന്തങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവസന്നിധിയിലാണ് നാം യഥാർത്ഥമായിട്ട് ഇരിക്കുന്നതെങ്കിൽ, കർത്താവിനോടാണ് നാം ചേർന്നിരിക്കുന്നതിൽ ഉള്ള ഗുണം, ചേർന്നിരിക്കുമെങ്കിൽ ഉണ്ടാകുന്ന ഗുണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ രൂപാന്തരപ്പെടും.
ഭൗതിക തലത്തിൽ ചെയ്യേണ്ടുന്ന കാര്യം ഓട്ടോമാറ്റിക്കായി ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. കാരണം നമ്മൾ ഇവിടുന്ന് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മതിയല്ലോ. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം കർത്താവ് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ ഞാൻ സുശേഷ വേലയിൽ വന്നിട്ട് പട്ടിണി കിടന്നിട്ടില്ല. അങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന് ഈ പ്രദേശങ്ങളിലെ വേലയല്ലേ, അതിൻ്റെതായ പ്രയാസങ്ങളുള്ളൂ. അതൊന്നും ഞാൻ അത്ര പ്രവൃത്തികരിച്ച് പറയാറില്ല. കാരണം കർത്താവ് നടത്തുന്നു, കർത്താവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പലരും ആ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പറയും, ഇനി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അവിടെ നിൽക്കരുത്, ഇനി പോരണം, ഇവിടെയൊക്കെ സഭ കിട്ടത്തില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർത്താവ് ആക്കി വെച്ച് ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നതല്ല, കർത്താവ് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. കർത്താവിന്റെ ഹിതം എന്തുവാണ്? എന്നെ പോലെ എത്രയോ പേര് ഇവിടെ കൊല്ലപ്പെടുന്നു, എത്രയോ പേര് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ പോകുന്നു, അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, കർത്താവിന്റെ കൂടെ പാർക്കുന്നവരായ തന്റെ ജനം ലജ്ജിച്ചു പോവുകയില്ല. അവർക്ക് വേണ്ടി ദൈവം അനുഭവത്തിന്റെ വഴികൾ തുറക്കും. അത് മാത്രവുമല്ല, കർത്താവിനോടൊപ്പം പാർക്കുമ്പോൾ വിളിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ടെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ അത് അത്യുത്തമമാണെന്ന് അദ്ദേഹത്തിന് ലഭിച്ച വെളിപ്പാട് പോലെ നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ടുന്ന ഒരു കാഴ്ചപ്പാട് അതാണ്. കാരണം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പറയുവാനുള്ള ഒരു പ്രാഗൽഭ്യത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരണം. ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പറഞ്ഞതുപോലെ ഈ ലോകരാഷ്ട്രങ്ങൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു. ലോകത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ആവശ്യമായിരിക്കുന്നത് ഒരേ ഒരു കാര്യം, അവർക്ക് യുദ്ധം മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ആർക്കും സമാധാനം വേണ്ട. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ആ പുനരാഗമനത്തോട് അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നതെല്ലാം. അതുകൊണ്ട് കാഹളം ധരിക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും നമ്മുടെ പ്രാണപ്രിയനോട് ചേരുവാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കമുള്ളവരായി ജീവിക്കാം. കാരണം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, നമ്മൾ ദൂരത്തു നിന്നും വന്നവരാണ്. നമ്മളൊക്കെ എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ എവിടെ നിന്നാണ് വിളിച്ചത് നമുക്കറിയാം. എവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നത് നമുക്കറിയാം. കർത്താവിന്റെ കൂടെ, കർത്താവിനോടൊപ്പവും കർത്താവിന്റെ ഭക്തന്മാരോടൊപ്പം ഒപ്പമൊക്കെ നമ്മളെ കൂട്ടിച്ചേർത്തത് നമ്മൾ എവിടെയായിരുന്നു, എവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. കർത്താവിനോടുകൂടെ പാർക്കുന്നെങ്കിൽ ഒരിക്കലും നഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി കരുതിക്കൊള്ളൂ. നമ്മളില്ലാത്ത ടെൻഷനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി തക്ക സമയത്ത് വഴികൾ തുറക്കും, വാതിലുകൾ തുറക്കും. പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കം. ബാക്കി ഭാഗങ്ങൾ സമയം അനുവദിക്കുന്ന പക്ഷം നമുക്ക് പറയാനിടയായിത്തീരും. ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ഒരു ദൈവവചനം, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയുമായിട്ടുള്ള ഒരു ദൈവവചനമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായിട്ട് ഇന്നത്തെ സാഹചര്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിലാണല്ലോ പറഞ്ഞത്. ഒരു സത്യമാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ. പഴയ പാട്ടുകളൊക്കെ നമ്മൾ നോക്കിയാൽ എന്താണ്, യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ, ആ യേശുവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന അനുഗ്രഹത്തിന് അധിപതിയെ, നീ നിന്റെ കൃപ മാത്രം മതി, വേറെ ലോകത്തിലൊന്നും വേണ്ട, നിന്റെ കൃപ മാത്രം മതി. ഇപ്പം അത് മാറിയിട്ട് പാട്ടുകളുടെ ട്യൂണും രീതിയും ഒക്കെ മാറിയിരിക്കുകയാണ്. യേശുവിൽ നിന്ന് എന്തോ കിട്ടുമെന്നുള്ളതാണ്. എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ പിള്ളേരെയൊക്കെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നെ പിള്ളേരെ ആഹാരമൊക്കെ തരുന്നത്, ആഹാരം തരുന്നതാണെന്നല്ല, എന്നാൽ ഞാൻ കടം കൊടുക്കത്തില്ല. ഐ വിൽ നോട്ട് ബിക്കം എ ഡെറ്റർ, ഐ വിൽ ബിക്കം എ ക്രെഡിറ്റർ. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ, എന്നെ നിന്ദിച്ചവരുടെ മുന്നിലൊക്കെ ഞാൻ അവരെക്കാളും ഒക്കെ വലിയവനായിട്ട് നടക്കും എന്നൊക്കെയുള്ള പാട്ടുകളാണല്ലോ ഇന്നത്തെ പാട്ടുകൾ. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ എത്ര സത്യമാണ്. അവിടെ വന്ന ജനം കർത്താവിന്റെ പ്രസംഗം കേട്ടിട്ട് 3 ദിവസം ശരിയായിട്ട് ആഹാരമൊന്നും കഴിക്കാതെ അവിടെ ഇരുന്ന്. അവർ പരാതി പറഞ്ഞില്ല, ഒന്നും യേശുവിനോട് ആവശ്യപ്പെട്ടില്ല, ഒന്നും ചെയ്യാതെ 3 ദിവസം കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാനാണ് അവരാഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ഉപവാസം എടുക്കുന്ന അങ്ങനെയാ. കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആഹാരം പോലും വേണ്ട, ആ കർത്താവിന്റെ സാന്നിധ്യം മതി എന്നുള്ള ചിന്തയാണ് ഉപവാസം എന്നുള്ളത് കൊണ്ട്. നമുക്കറിയാം, കർത്താവ് ഉപവാസം ചെയ്തപ്പോൾ പിതാവിനോടൊപ്പം ഇരിക്കാനായിട്ടാണ് ഉപവസിച്ചത്. പിതാവിനോടൊപ്പം മറ്റുള്ള ലോകത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി ആ ആഹാരം പോലും കഴിക്കുന്ന ആ സമയം പോലും കളയാതെ ആ പിതാവിന്റെ സന്നിധിയിൽ പിതാവിനോടൊപ്പമുള്ള സംസർഗത്തിൽ ഇരിക്കാനാണ് ആഹാരം കഴിക്കാതെ പോയത്, ഏകാഗ്രതയിൽ ഇരിക്കാൻ. നമ്മളിന്ന് ആഹാരം കഴിക്കാതെ ഉപവാസം കഴിക്കുന്നത് നമ്മുടെ കാര്യം സാധിക്കാനായിട്ടാണ്. നമുക്കൊരു കാര്യം നടക്കുന്നില്ല, അതുകൊണ്ട് അത് നടന്നിട്ട് അത് ഉപവാസമാണോ നിരാഹാരമാണോ? നമുക്കറിയാം, മഹാത്മാഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 30 ദിവസമൊക്കെ നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. എനിക്ക് ഈ കാര്യം കിട്ടാതെ ഞാൻ ആഹാരം കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് കർത്താവിൽ നിന്ന് നമ്മൾ പിടിച്ചു മേടിക്കാനല്ല, കർത്താവിനോടൊപ്പം
നമ്മളെ സമയം ചെലവഴിക്കാനാണ് ഉപവാസമൊക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ടതായ വചനം വളരെ ശക്തമായ ഒരു വചനമാണ്. നമുക്ക് അറിയാവുന്ന ഭാഗത്ത് നിന്നാണെങ്കിൽ തന്നെ അതിൻ്റെ അതിലുള്ള ആഴമായിട്ടുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാൻ. കർത്താവിൻ്റെ ദാസൻ്റെ മകന് ഇന്ന് അവിടെ നീറ്റിൻ്റെ എക്സാമിന് ദൂരെ കൊണ്ടുവിടേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മൾ ആ മകൻ്റെ ആ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങളൂടെ പറഞ്ഞതിന് ശേഷം മാത്യു വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഫിലിപ്പ് ജോൺ പാസ്റ്റർ ആശീർവാദം പറയുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആ മകൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ പാസ്റ്ററിൻ്റെ മകള് നിസി നീറ്റിൻ്റെ എക്സാമിന് എഴുതുന്നുണ്ട്. ആ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവൾ 1-2 വർഷം അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. വേറെ ഒന്നിനും ജോലിക്കോ പഠിക്കാനോ ഒന്നും പോകാതെ അതിനുവേണ്ടി മാത്രം തയ്യാറെടുക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ ദാസന് അത്രയും ദൂരം പോയിട്ട് തിരിച്ചു വന്ന് വേണം ചർച്ചിന് നേതൃത്വം കൊടുക്കാൻ. എന്നാൽ ഈ ഒരു തിരുവചനം സംസാരിക്കാനുള്ള ഒരു അവസരം കളഞ്ഞിട്ട് വേണ്ട എന്നുള്ള മുൻഗണനയാണല്ലോ കൊടുത്ത പ്രയോറിറ്റി. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ആ പ്രയോറിറ്റി നമുക്കും ചെയ്യാൻ സൗകര്യമായിട്ട് നേരത്തെയൊക്കെ പോയി 6 മണിക്കേ പോയി ശാന്തമായിട്ടൊക്കെ തിരിച്ചു വരുന്നതിലുപരി കർത്താവിൻ്റെ വചനം 10 പേരോടാന്നേലും പറയുന്ന അറിയാവുന്നവരോടാന്നേലും നമുക്കിന്ന് ആ കേട്ട വചനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ആ രീതിയിലുള്ള മുൻഗണന ദൈവവചനത്തിനും ദൈവകാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ കാണിച്ച ആ മാതൃക നമുക്കും പകർത്താൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവദാസൻ്റെ ഇന്നത്തെ യാത്രയൊക്കെ സുരക്ഷിതമായിട്ട് വരട്ടെ, ആ യാത്ര സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രസംഗിക്കുക മാത്രമല്ല, ആ പ്രസംഗവും ആ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം. നമ്മുടെ പ്രയോറിറ്റീസ് മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിക്കുന്നതൊക്കെ നമ്മൾ പ്രസംഗിക്കും. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നുണ്ടോ? നമ്മുടെ സൗകര്യമാണോ അതോ കർത്താവിൻ്റെ കാര്യങ്ങൾക്കാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത് എന്ന് നമ്മളെ തന്നെ ദിവസവും നമുക്ക് ശോധന ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥിക്കാം. ഗുജറാത്തിൽ വളരെ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അവിടെ നിന്ന് വിട്ടുപോകാതെ ആ ശുശ്രൂഷയിൽ നിൽപ്പാൻ തന്നെ കർത്താവിൻ്റെ ദാസൻ ആഗ്രഹിക്കുന്നല്ലോ. അത് ആ തീരുമാനത്തെയൊക്കെ കർത്താവ് മാനിക്കട്ടെ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. മാത്യു വർഗീസ് പാസ്റ്റർ പ്രാർത്ഥിക്കും. ഫിലിപ്പ് ജോൺ പാസ്റ്റർ ആശീർവാദം പറയും.